അങ്ങനെ നമ്മൾ ഇൻസ്ബ്രുക്കിലെ ഫസ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോൾ നേരെ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാം. അത് കഴിഞ്ഞ് ഒരു മൗണ്ടെയിൻ സ്ലൈഡ്, അപ്പോൾ അതൊന്ന് തപ്പിപ്പിടിച്ച് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. സ്റ്റേനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് ഇരുത്തി പറയാനുണ്ട്. അതെ, കോമഡി എന്താണെന്ന് വെച്ചാൽ ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ വേറൊരാൾ വന്ന് ഹോസ്റ്റലായിരുന്നു നമ്മൾ എടുത്തത്. ഹോസ്റ്റൽ ഫുള്ള് നിറഞ്ഞു. പക്ഷേ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒരാളുടെ കൂർക്കം വലി സത്യം ട്യൂണിലൊക്കെ ആയിരുന്നു കൂർക്കം വലിച്ചുകൊണ്ടിരുന്നത്. ഒരാള് കാരണം എല്ലാവരുടെയും ഉറക്കം പോയി. അവിടെയുള്ള എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലൻസിലാണ്. ഗൈസ്, അവർ ചെവിയിൽ മറ്റേ പ്ലഗ് ബഡ്സ് എന്താ ഇതിന് പറയാ, ആ സാധനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എവിടെ എത്തിയില്ല. അപ്പം നമ്മൾ ഇന്നൊരു ദിവസം കൂടെ അവിടെ സ്റ്റേ ഉണ്ട്. ആളിന്ന് പോയിരിക്കും എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ഉറക്കം. എന്തായാലും നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. എന്താണ് ഗോൾഡൻ, അതിനെന്താ പറയാ, ഗോൾഡൻ ടവർ അല്ലോ, ഗോൾഡൻ എന്തോ ഒരു ഗോൾഡൻ, ഇതാണ് ഗോൾഡൻ ആർച്ച്. അങ്ങനെ നമ്മൾ വേറെ ഐക്കോണിക് കളർ ബിൽഡിങ്സിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇൻസ്ബ്രുക്കിൻ്റെ മുഖച്ഛായ. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. സീനല്ലേ കാണാൻ. ഈ ലേക്കൊക്കെ നോക്കിയോ, വേറെ സീൻസാണ്. ഒരു രക്ഷയില്ല. നല്ല കിഡിലോസ്കി ബോംബ്ലാസ്റ്റിക് വ്യൂ ആണ്. അങ്ങനെയുണ്ട്, ഭംഗിയുണ്ടല്ലേ കാണാൻ. ഓസ്ട്രേലിയ ഒരുപാട് ഇപ്പോൾ ഫ്രാൻസിലൊക്കെ നല്ല ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ പോലെയാണ്. ഓസ്ട്രേലിയ ഭയങ്കര നല്ല ഭംഗിയുള്ള, എന്താ പറയുക, പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങൾ. പിന്നെ എല്ലാ സ്ഥലത്തും ആൽപ്സ് പർവ്വതങ്ങളാണ് ഈ സിറ്റിക്ക് ചുറ്റും. നമ്മൾ എവിടെ നോക്കിയാലും ഇങ്ങനെ കോട ഇറങ്ങിയിരിക്കുന്ന മലകൾ കാണാം. ഇപ്പം കോട ഇറങ്ങിയപ്പോൾ ആൽപ്സ് കാണാൻ പറ്റില്ല, അല്ല നമ്മൾ വന്നിറങ്ങിയ സമയത്തൊക്കെ ആൽപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ വെയിൽ വരുമ്പോഴത്തേക്ക് അത് പോകും. ഞാൻ തൊട്ടത് ഒരു രക്ഷയില്ലാത്ത ഫാഷനായിരുന്നു അവിടെയുള്ള. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ്, അതും കുറച്ചല്ല കുറച്ചധികം. എത്രയായിരുന്നു അക്കുമല അവിടുത്തെ ഡ്രസ്സിന് എത്രയായിരുന്നു റേറ്റ്? 450 യൂറോ. അത് കുറച്ചധികം എക്സ്പെൻസീവാണ്. എന്തായാലും നമ്മൾ പോകുന്ന അടുത്ത സ്ഥലത്ത് നോക്കിയിട്ട് എടുക്കാം. അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വലിയ പിടുത്തമില്ല. ഇവിടെ ഗൂഗിളാണെങ്കിൽ നമ്മളെ കുറേ നേരമായിട്ട് കറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അറിയൂല എന്തേലും പറയാനുണ്ടാക്കുമല്ലേ. ഗൂഗിൾ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരാളും പറഞ്ഞു ഇയാളെന്റെ മുഖം പോലും കാണിക്കുന്നത്. അവനവിടെ ആകാശത്ത് അയാൾ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് പോകുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ബസ് നമ്മളെങ്ങനെ എടുക്കണം, ടിക്കറ്റ് എന്താണെന്നൊരു പിടുത്തവും ഇല്ല. ആംസ്റ്റർഡാമിൽ പോയപ്പോൾ നമ്മൾ ഫുൾ ഉടായിപ്പായിരുന്നു ബസ് കയറിയതൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ എന്താ സെറ്റപ്പ് ഒന്നും അറിഞ്ഞൂടാ. കുറച്ച് സീനാണ്. പക്ഷെ പാരീസിൽ സീനില്ല. പക്ഷെ അത് കരുതിയിട്ട് നമ്മളിത് സീനില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ടിക്കറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്ത് പിടിച്ചിട്ട് കുറയരുത്. മാക്സിമം
ടിക്കറ്റ് ഒക്കെ എടുത്ത് പോവുക. പക്ഷെ നമ്മളൊരു 50-50 ചാൻസ് ആംസ്റ്റർഡാമിൽ പോകുമ്പോൾ ആംസ്റ്റർഡാം കാർഡ് എടുക്കുന്നതാണ് നല്ലത്. അത് നമ്മളവിടെ എത്തുന്നതിന് 5 ദിവസം മുന്നേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്ത് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും കയറാം. അതിന് എത്ര €50 എന്തോ ഉള്ളൂ. ഇവിടെ ഒരു വലിയൊരു കാസിനോ കാണിച്ചു തരാം. അതാ ഇവിടെ ഒരു ട്രാം സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. ബസ് 15-14 മിനിറ്റിലാണുള്ളത്. ആർ യു എക്സൈറ്റഡ് അക്മൽ? അഭിനയിച്ചാണ്. അത് അമ്മൂമ്മയൊന്നും അല്ല. ആൻറ്റീന്ന് വിളിക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഹൈക്ക് ചെയ്യാൻ പോകുന്നവരാന്ന് തോന്നുന്നു. ഹൈക്ക് ചെയ്യാൻ പോവാന്ന് തോന്നുന്നു. ഒരു വാമപ്പ് പോലെ. അങ്ങനെ നമ്മൾ മീഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സ്ലൈഡ്. ഒരു രക്ഷയില്ല, കിടിലം വ്യൂ, പിന്നെ ഭയങ്കര കാം, പിന്നെ ഒരു ഇളം തണുപ്പും. അങ്ങനെ ഞങ്ങൾ മീഡേഴ്സ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 6 മിനിറ്റ് നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ലൈഡ് കണ്ടുപിടിക്കാൻ. അതിന് അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങൾ മാത്രമേ ഇവിടെ ഇറങ്ങിയുള്ളൂ. അങ്ങോട്ടേക്ക് എന്താണ് വ്യൂ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത് അടുത്ത മാസം ഓപ്പൺ ആകത്തുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഗൂഗിളിൽ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഓപ്പൺ അല്ല. അതെ, ഇതൊരു മേളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ലൈനിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരും. എന്തായാലും നമുക്ക് ഇവിടെ ചെയ്യാൻ ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം വരാം. പക്ഷേ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. വെറുതെ ഇവിടം വരെ വന്നത് വേസ്റ്റ് ആയില്ല അല്ലേ? എന്താ പോകുന്നറിയോ? മണി കാണാൻ. മണികൾ ഗൈസ്, നമ്മളൊരു പോകുന്ന വഴിക്ക് കുറെ മണി തൂക്കിയിട്ട് സ്ഥലം കണ്ട് ഞങ്ങൾ ആ മണി കാണാൻ പോവാണ്. നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും മണികൾ. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മണി സ്ഥലം. 1599. ഇതേ കണ്ട ഫുള്ള് മണിയുണ്ടോ? ഇതാണ് മണി. ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടാണ് ലോകത്തിലെ ഏറ്റവും സൗണ്ടുള്ള ഏറ്റവും ചെറിയ മണി ഇവിടെയാണുള്ളതെന്ന്. ആ മണി നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ നോക്കാം. അതെ മണി പല ടൈപ്പ് മണികൾ. അടിച്ചു നോക്കാം.
ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും സൗണ്ടുള്ള ഏറ്റവും ചെറിയ മണി. പക്ഷെ ഇതെന്താ വെച്ചാൽ അടിക്കണ്ടേന്ന് എനിക്കൊരു പിടിയില്ല. ട്യൂണിങ് ഫോർക്കൊക്കെ വെച്ചിട്ടാണ് ഇവർ ട്യൂണൊക്കെ കണ്ടുപിടിക്കുന്നത് തോന്നുന്നുണ്ട്. ഇത് വെച്ചടിക്കുന്നത് വെള്ളത്തിൽ കറി വെക്കല്ലേ. ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ മണി, ഏറ്റവും സൗണ്ടുള്ള. വെള്ളം വൈബ്രേറ്റ് ആവുന്നില്ലല്ലോ. അത് അങ്ങനല്ലോ മ്യൂസിഷ്യൻ തന്നെയാണ്. ആദ്യത്തെ മേളാക്കുന്നില്ല. ഓ കഴിഞ്ഞു. ഹായ്. ഓ ഇത് നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന ബെല്ലൊക്കെ എൻ്റെ അത്ര ഉണ്ട്. മണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ് ഇപ്പോഴും ഇവിടെ ഇത് എനിക്കൊന്ന് പള്ളികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും ബെല്ലുണ്ടാക്കുന്നുണ്ട്. 1599 സ്ഥാപിച്ചതാണ്. ഓ ഇത് നോക്കിയേ, ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഉണ്ടോ? 162 കിലോ, 249. മാറി 247 കിലോ. ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ച്. രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ് ഈ വില്ലേജിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ. ഇടയിലൂടെ കുറേ നടന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം. ഇനി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരുമ്പോൾ കാണാം. ഫൈനലി നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട്. ഇതെന്താ കുമല പിസ്സ? എൻ്റെ പേര് നെപ്പോളിറ്റാന എന്നാണ് പേര്. ഇതാണ് പിസ്സ. നല്ല മീനിൻ്റെ കഷ്ണമൊക്കെ കിടക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ആദ്യത്തെ പീസ്
ഓക്കെ, ആ പ്ലേറ്റ് എടുക്കാം. നല്ല മീൻ്റെ ടേസ്റ്റ്. നല്ല മീൻ പിസ്സ എന്നാ കൊള്ളാം. നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വലിയ ഇഷ്ടപ്പെടാത്തതിനെ കൊണ്ട് നമ്മൾ വേറൊരു കടയിൽ വന്നിരിക്കുകയാണ്. അക്ബലിത ചോറും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റൈസും ഇതൊക്കെ ആയിട്ട് കഴിച്ചു നോക്കാം. കുറച്ച് മയണീസും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളൊരു പുഡിങ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ എന്ന് അറിയുന്നില്ല, കഴിച്ചു നോക്കാം. ഇത് റൈസ് പുഡിംഗ് ആണോ എന്ത് പുഡിങ്ങാന്ന് അറിഞ്ഞൂടാ. എന്ത് പുഡിങ്ങാ? എന്ത് പുഡിങ് ആണെങ്കിലും പൊടിക്കാത്ത ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇനി കഴിച്ചിട്ട് തന്നെ കാര്യം. ഇന്നത്തെ കറക്കവും തിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഇത് പണ്ടൊരു ബാർ എന്തായാലും തോന്നുന്നുണ്ട്. അവരിത് ഹോസ്റ്റലാക്കി മാറ്റിയതാണ്. കാരണം ഇവിടെ ബിയറൊക്കെ ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കറക്റ്റ് നമ്മൾ നിൽക്കുന്നത് മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഏകദേശം 7 ബെഡാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മൊത്തം കൂർക്കമ്പലിയായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഇല്ല. ജസ്റ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ മാത്രമുള്ള സെറ്റപ്പേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ലോക്ക് ബോക്സും തരും അവർ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ. ഇതാണ് നമ്മുടെ ലോക്ക് ബോക്സ്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. കുളിക്കാനുള്ള സെറ്റപ്പ് ഇല്ല, ജസ്റ്റ് ബാത്റൂമും ഇതും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ദിവസത്തേക്ക് 40 യൂറോ ഈ ടൗണിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് അടിപൊളി ഡീലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. അപ്പോൾ അതാണ് നമ്മുടെ ഹോസ്റ്റൽ ടൂർ. ഈ രാത്രി വെറുതെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് നമ്മൾ തിരിച്ച് നാളെ നമ്മൾ മ്യൂണിക്കിലേക്ക് പോകുന്നതായിരിക്കും.